ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം വേറൊന്നും തന്നെയല്ല, കൊച്ചിൻ ഹനീഫയുടെ ഫാമിലിയെ പറ്റി തന്നെയാണ്. ഭർത്താവ് മരിച്ച വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്സും അദ്ദേഹത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്സും ആ സ്നേഹവും കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെയധികം ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അത് 1-2 വർഷമല്ല, 16 വർഷങ്ങൾക്ക് ശേഷവും അവിഹിതങ്ങളായിട്ട് നിറഞ്ഞിരിക്കുന്നൊരു കാലമാണിപ്പോൾ. അതായത് ഭർത്താവ് ഇരിക്കെ തന്നെ വേറൊരാളെ തേടി പോകുന്ന കാലത്ത് ഈ 16 വർഷം ഒരാളെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയുടെ ബ്രദർ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ ചാനൽസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ചാനലിലെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണാനിടയായി. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വയ്ക്കാം. അവരൊക്കെ വരുന്ന സമയത്ത് അനീഫ് ഖാന്റെ ഓർമ്മകളാണ് പങ്കുവച്ചിരുന്നത്. അനീഫ് ഖാന്റെ ഓർമ്മകളും അശോകനൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഇങ്ങനെ ഇമോഷണൽ ആയിരുന്നു. കാരണം ഇന്നലെ തന്നെ പറഞ്ഞു, ഇന്നലെ CID ന്യൂസിന്റെ ജോണി ആൻഡി സർ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇനി രണ്ടാം ഭാഗമൊക്കെ വരുന്ന സമയത്ത് അനീഫ് ഇല്ലാതെ ചിന്തിക്കാൻ പോലും കഴിയില്ലെന്നാണ്. ആ ഒരു ഇന്നൊരു കൊമേഴ്ഷ്യലിലേക്ക് മാറിയ സമയത്ത് പണ്ടൊരു കല തന്നെയായിരുന്നു. കാരണം അവരൊരു ബന്ധമാണ് അവരെ ഒരു ഫിലിമിന്. അതിന് എന്താ ശരിക്കും വന്നവരെ അനീഫ് ഖാനെ കുറിച്ച് നമ്മുടെയൊക്കെ മീഡിയാസിലല്ല, നമ്മൾ വന്ന് സ്വകാര്യമായി സംസാരിക്കുന്ന സമയത്ത് ആ അനീഫ് ഖാന്റെ ആ ഒരു വാല്യൂ മനസ്സിലാകും, എത്രത്തോളം ഇവരൊക്കെ സ്നേഹിക്കുന്നതാണ്. അദ്ദേഹം ഒരു കലാകാരനായതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയൊക്കെ ആൾക്കാർ അദ്ദേഹത്തെ ഓർക്കും. പക്ഷേ അതല്ലാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിശാലത കൊണ്ട് ഓർക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. നിങ്ങൾ കേട്ടുന്നല്ലോ, CID ന്യൂസിന്റെ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു അനീഫ് ഖാന്റെ ഉമ്മ മരണപ്പെട്ടത്. ആ ഷൂട്ട് നിർത്തി വെക്കാതെ കംപ്ലീറ്റ് ചെയ്ത ശേഷം ജോണി ആൻസന്റെ അത് ആ കാര്യം പറഞ്ഞു. എല്ലാം കഴിഞ്ഞ ശേഷം പറഞ്ഞു, എൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഇത്രയും വലിയൊരു യൂണിറ്റ് നിർത്തി വെക്കേണ്ട, കാരണം ദിലീപും അശോകനൊക്കെ സലീം കുമാർ തിരക്കില്ലല്ലേ, ഞാനൊന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ സമയത്ത് അവർ ഭയങ്കര വികാരഭരിതം. ആ കാണുന്ന സലീം കുമാറും ഉടൻ തന്നെ അനീഫ് ഖാന്റെ ഉമ്മാന്റെ മയ്യത്ത് വരെ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നത്, അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. കാരണം ആ ഒരു ഇന്നത്തെ പോലെ എനിക്ക് അന്ന് ഒരു ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഇന്ന് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, CID മൂസയുടെ സെറ്റിൽ, അതായത് ഷൂട്ടിംഗ് സമയത്ത് ദിലീപും അതേപോലെ തന്നെ ഒരുപാട് നടന്മാർ അത്രയും കഷ്ടപ്പെട്ട് അവർ ഷൂട്ട് ചെയ്ത ആ സിനിമ, അതായത് അത്രയും പൈസ മുടക്കി ചെയ്ത ഒരു സിനിമ പകുതിക്ക് വെച്ച് മുടങ്ങാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് പുള്ളി ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് പറയുന്നത്, എൻ്റെ ഉമ്മ മരിച്ചു, ഞാനൊന്ന് പൊക്കോട്ടെ എന്ന്. അപ്പോൾ അതിൽ എന്താ പറയുക, ആ സിറ്റുവേഷനിൽ ഭയങ്കര സങ്കടം കൊണ്ടിട്ട് സലീം കുമാർ അദ്ദേഹത്തിൻ്റെ കൂടെ ഉമ്മയുടെ മയ്യത്തെടുക്കാൻ പോയി എന്നൊക്കെ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കൊണ്ട് സാധിക്കുമോ അല്ലേ, ഉമ്മ മരിച്ചു എന്നറിഞ്ഞിട്ടും ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുക എന്ന് പറയുന്നത്. പുള്ളി എത്രമാത്രം ഒരു വേദനാജനകമായ എത്രമാത്രം ഹൃദയത്തിൽ സങ്കടം സൂക്ഷിച്ചിട്ടായിരിക്കും ആ സിറ്റുവേഷനിൽ അവിടെ നിന്നിട്ടുണ്ടാവുക. നമ്മൾ കണ്ടൊരു ഫോട്ടോ ഇത് മാത്രമാണ്, ഈ മക്കളെ വെച്ചോണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ. അതിനുശേഷം മക്കളെ ഇനി വലുതായിട്ട് മാത്രം നമ്മൾ കണ്ടു. മക്കളെ 4ാമത്തെ വയസ്സിലായിരുന്നു അനീഫ് ഖാ മരണപ്പെടുന്നത്. അന്ന് അനീഫ് ഖാ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഈ മക്കളെ ഇതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് പറയും, കൊതി തീരുന്നില്ല. സത്യത്തിൽ നമ്മൾ അറിയില്ല, പക്ഷെ അനീഫ് ഖാക്ക് അറിയായിരുന്നു ഈ അസുഖവും കാര്യങ്ങളൊക്കെ നമ്മൾ പോലും മറച്ചു വെച്ചുകൊണ്ടാണ്. അപ്പം എന്നും രാത്രി വൈകി ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് മക്കളെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പറയായിരുന്നു, കൊതി തീരുന്നില്ല എന്ന് പറയും. കാരണം അത്രയും ആഗ്രഹിച്ചിട്ട് കിട്ടിയത്, ഒരുപാട് ലേറ്റ് ആയിട്ട് കിട്ടിയ മക്കളാണ്. 2 മക്കളും, സഫ മർവ എന്നാണ് പേര്. ഇവിടെ അവർ പറയുന്നത് കേട്ടില്ല, അദ്ദേഹത്തിന് അറിയായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഇങ്ങനെ അസുഖം മൂർച്ഛിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ, അതായത് അഭിനയിച്ച് കിട്ടുന്ന പൈസ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് 18 വയസ്സായപ്പോഴും എല്ലാ നിയമവശങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ആ എമൗണ്ട് കിട്ടി. അപ്പോഴാണ് അവർ ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ശരിക്കും ആരുടെ മുന്നിൽ കൈ നീട്ടാതെ അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ജീവിക്കാനുള്ള അല്ലെങ്കിൽ വീട് വെക്കാനായിട്ട് ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ 2 പെൺകുട്ടികൾക്കും. ഇവിടെ അവർ പറയുന്നത് കേട്ടില്ല, അദ്ദേഹത്തിന് അറിയായിരുന്നു അദ്ദേഹത്തിന് ഇങ്ങനൊരു അസുഖമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ഇങ്ങനെ അസുഖം മൂർച്ഛിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ, അതായത് അഭിനയിച്ച് കിട്ടുന്ന പൈസ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അദ്ദേഹം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികൾക്ക് 18 വയസ്സായപ്പോഴും എല്ലാ നിയമവശങ്ങളും കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ആ എമൗണ്ട് കിട്ടി. അപ്പോഴാണ് അവർ ആ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ശരിക്കും ആരുടെ മുന്നിൽ കൈ നീട്ടാതെ അവർക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ജീവിക്കാനുള്ള അല്ലെങ്കിൽ വീട് വെക്കാനായിട്ട് ഒക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ 2 പെൺകുട്ടികൾക്കും. ഇനി ദിലീപ് ഇവർക്ക് വേണ്ടി ചെയ്ത ഹെൽപ്പിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി കേൾക്കാം.
ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് സഹായിച്ചതെന്നും എപ്പോഴും വിളിക്കുന്നതെന്നും എപ്പോഴും കോൺടാക്ട് ഉള്ള ഒരു വ്യക്തി ദിലീപേട്ടനാണ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ദിലീപേട്ടനെ കുറിച്ച് പറയാൻ പറ്റുന്നത്? വളരെ സത്യമാണ്. ഞാൻ ഇന്നലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദിലീപേട്ടൻ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കടം വീടായിരുന്നു, കടം വീടാം. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. താങ്ങും തണലും കാവലും കരുതലും എല്ലാമായിരുന്നു. ഒരു വിളി അകലെ നമുക്ക് അങ്ങനെ ഇല്ല. നമുക്ക് എന്നും ഒരാൾ ഉണ്ടാവുന്ന ഒരു വിശ്വാസമാണ്. വിളിച്ച ഒരു വിളി അകലെ ആ ഒരു വ്യക്തിത്വം അങ്ങനെയായിരുന്നു. എത്ര തിരക്കിൽ സെറ്റിലാണെങ്കിലും പെങ്ങൾ എന്തെങ്കിലും ഒരു മെസ്സേജോ വാട്സാപ്പിൽ ഉടൻ തന്നെ വിളിക്കും. എന്താ ഇത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരാൾ മറുപുറത്ത് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അത് ആ ഒരു അനീഫ് ഖാ ദിലീപിന്റെ ബന്ധത്തിന്റെ ഒരു ഭാഗം. ദിലീപ് എന്ന വ്യക്തിയെ പറ്റി ഈ ഫാമിലി ഇത്രമാത്രം എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കൊച്ചിൻ ഹനീഫയുടെ വൈഫാണെങ്കിലും അതേപോലെ തന്നെ ബ്രദറാണെങ്കിലും ഒക്കെ അത് ദിലീപിന്റെ കാര്യം മാത്രം ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നത്. വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഹൈപ്പ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.